വിശ്വപ്രസിദ്ധമായ ചക്കുളത്ത് കാവിൽ പൊങ്കാല ഡിസംബർ 13-ന്. പൊങ്കാലയുടെ ഉദ്ഘാടനം പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപിയും പത്നി രാധിക സുരേഷ് ഗോപിയും ചേർന്ന് നിർവഹിക്കും. ഡിസംബർ 6 മുതൽ കാർത്തിക പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. വിശ്വപ്രസിദ്ധമായ ചക്കുളത്ത് കാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയുടെ വരവറിയിച്ച് പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭം ഡിസംബർ 8-ന് ഉയരും. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്ത് കാവിൽ ഡിസംബർ 13-നാണ് പൊങ്കാല അർപ്പിക്കുന്നത്. ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയായ രാധാകൃഷ്ണൻ നമ്പൂതിരി പകരുന്ന തിരിയിൽ പണ്ടാര പൊങ്കാല അടപ്പിലേക്ക് അഗ്നി പ്രജ്വലിപ്പിക്കുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും. പ്രസിദ്ധമായ ചക്കുളത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഡിസംബർ മാസം 13-ാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്ക് നിർമാല്യ ദർശനത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നത്. 9 മണിയോടുകൂടി ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകരുന്നതോടുകൂടി പൊങ്കാലയ്ക്ക് തുടക്കമാകും. തുടർന്ന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രാധിക സുരേഷും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 11 മണിയോടുകൂടി ക്ഷേത്ര 551 ജീവിതകളിലായി 501-ൽ പരം വേദപണ്ഡിതരുടെ നേതൃത്വത്തിൽ പൊങ്കാല തളിക്കുക എന്ന ചടങ്ങ് തുടങ്ങും. തുടർന്ന് ഉച്ചദീപാരാധനയും ദിവ്യാഭിഷേകവും നടക്കും. വൈകുന്നേരം 5 മണിക്ക് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കുട്ടനാട് MLA തോമസ് കെ തോമസ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന മന്ത്രി KV ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. മാവേലിക്കരമ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തുടർന്ന് കാർത്തിക സ്തംഭത്തിന് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് IAS അഗ്നി പകരുന്നതോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് സമാപനമാകും. പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചും ഹരിതചട്ടങ്ങൾ പാലിച്ചുമാണ് പൊങ്കാലയുടെ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ 2 ജില്ലകളിലായി 20 കിലോമീറ്റർ നീളത്തോളം പൊങ്കാല റോഡുകളുടെ ഇരുവശമായി നിരക്കുന്നതാണ്. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് പൊങ്കാല നേദിക്കുന്നതിനായിട്ട്, പൊങ്കാല ഭാഗമായി കഴിഞ്ഞ് നേദിക്കുന്നതിനായിട്ട് 45 പേരടങ്ങുന്ന സംഘം, 10 പുരോഹിതർ ഉൾപ്പെടെ 45 പേരടങ്ങുന്ന സംഘം 51 ജീവിതകളിലായി 51 സംഘമായിട്ട് തിരിഞ്ഞ് അവരെവിടെയൊക്കെ പൊങ്കാല ഇടുന്നു അവിടെ എല്ലാം എത്തിപ്പെട്ട് അത് വേണ്ട പൂജ ചെയ്ത് നേദിക്കുന്ന ഇതിനായിട്ട് എല്ലാ സന്നാഹവും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ ഡിപ്പോകളിൽ നിന്നും നമുക്ക് KSRTC ബസ് സൗകര്യം ഒരുക്കുന്നുണ്ട്. ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ആൻഡ് ചീഫ് അഡ്മിനിസ്ട്രേറ്റർ മണിക്കുട്ടൻ നമ്പൂതിരി, രഞ്ജിത് B നമ്പൂതിരി, മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് MP രാജീവ്, സെക്രട്ടറി സ്വാമിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.